നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. IPL-ൽ KKR-നെതിരെ വിരാട് കോഹ്ലി സെഞ്ചുറി നേടി. സെഞ്ചുറിക്ക് ശേഷം അദ്ദേഹം ഏറെ വികാരാധീനനായി കാണപ്പെട്ടു. വിരാട് കോഹ്ലി തന്റെ വിരമിക്കലിന്റെ സൂചനയും നൽകിയിട്ടുണ്ടോ? വിരാട് കോഹ്ലി മാച്ച് ജയിപ്പിച്ചു എന്ന് മാത്രമല്ല, അതിനുശേഷം എല്ലാവരുടെയും ഹൃദയം കൂടി കീഴടക്കി. മത്സരം അവസാനിച്ചതിനു ശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷൻ സെറിമണിയിൽ വിരാട് കോഹ്ലിയോട് അദ്ദേഹത്തിന്റെ സെഞ്ചുറിയെക്കുറിച്ചും സെഞ്ചുറിക്ക് ശേഷം അദ്ദേഹം എന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്നതിനെ കുറിച്ചും ചോദിച്ചപ്പോൾ അദ്ദേഹം എവിടെയൊക്കെയോ വികാരാധീനനായി കാണപ്പെടുകയും തന്റെ വിരമിക്കലിനെ കുറിച്ച് വലിയൊരു സൂചന നൽകുകയും ചെയ്തു. വിരാട് കോഹ്ലി ആദ്യം പറഞ്ഞത്, എന്തായാലും എനിക്ക് ബാറ്റിംഗ് ഒരുപാട് ഇഷ്ടമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച കളിക്കാർക്കെതിരെ മത്സരിക്കുന്നത് എത്ര വലിയ ബഹുമതിയാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇത് തന്നെയാണ് ചെയ്തത്. ക്രിക്കറ്റ് എന്നത് ഞാൻ സത്യമായും സ്നേഹിക്കുന്ന ഒന്നാണ്. മൈതാനത്ത് ഞാൻ എന്റെ ഹൃദയവും ആത്മാവും നൽകുന്നു. എന്നാൽ ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും. അതുകൊണ്ട് ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും എന്ന് അദ്ദേഹം പറയുന്നത് എവിടെയൊക്കെയോ ഒരു വിരമിക്കലിന്റെ സൂചനയാണ്. കാരണം പെട്ടെന്നായിരുന്നു വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് ഉപേക്ഷിച്ചത്. 2020 ക്രിക്കറ്റ് ലോകകപ്പ് ജയിച്ചതിനു ശേഷമാണ് ആ ഫോർമാറ്റ് വിട്ടത്. ഇവിടെ അദ്ദേഹം വികാരാധീനനായി കാണപ്പെട്ടു. എനിക്ക് ഈ ഗെയിമിനോട് സ്നേഹമുണ്ടെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അദ്ദേഹം പറഞ്ഞു. വിരാട് മൈതാനത്ത് കാണിക്കുന്ന ഊർജവും ആക്രമണ വീര്യവും എല്ലാവരും കണ്ടതാണ്. എന്നാൽ ഇത്തവണ ഇതൊരു റെക്കോർഡ് സെഞ്ചുറി ആയിരുന്നിട്ടും അദ്ദേഹം വികാരാധീനനായി കാണപ്പെട്ടു. ഒരു ദിവസം ഇതെല്ലാം അവസാനിക്കും എന്ന ആ ഹൃദയമിടിപ്പ് പുറത്തുവന്നു. നേരത്തെ ഒരു അഭിമുഖത്തിൽ വിരാട് കോഹ്ലി പറഞ്ഞിരുന്നത് താൻ വിരമിക്കുമ്പോൾ എല്ലാത്തിൽ നിന്നും അകന്നു നിൽക്കുമെന്നാണ്. ഒരുപക്ഷെ ഈ സീസൺ അദ്ദേഹത്തിന്റെ അവസാനത്തേതാകാം. കാരണം കഴിഞ്ഞ സീസണിൽ അദ്ദേഹം ചാമ്പ്യനാവുകയും ട്രോഫി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ സെഞ്ചുറിക്ക് ശേഷം എന്തുകൊണ്ട് ആഘോഷിച്ചില്ല എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞതിങ്ങനെ, ആഘോഷം അത്ര വലുതായിരുന്നില്ല. കാരണം ഈ സമയത്ത് പോയിന്റുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. അതെ, ടീമിനായി എന്തെങ്കിലും സംഭാവന നൽകുക എന്നത് എന്റെ ബോധപൂർവമായ ശ്രമമാണ്. ഞാൻ കൂടുതൽ സമയം ബാറ്റ് ചെയ്താൽ ടീമിന് ജയിക്കാനുള്ള സാധ്യത കൂടുമെന്ന് എനിക്കറിയാം. ഇക്കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. വിരാട് ക്രീസിലുണ്ടെങ്കിൽ അദ്ദേഹം മത്സരം ജയിപ്പിച്ചിട്ടേ മടങ്ങൂ. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ചേസ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത്. വിരാടിന്റെ കരിയർ നോക്കിയാൽ 279 മത്സരങ്ങൾ കളിച്ച് ഏറ്റവും കൂടുതൽ മത്സരങ്ങൾ കളിച്ച താരമായി അദ്ദേഹം മാറി. ഇതുവരെ 9145 റൺസ് അദ്ദേഹം നേടിക്കഴിഞ്ഞു. 40 മുകളിലാണ് ശരാശരി. 135 സ്ട്രൈക്ക് റേറ്റ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറികളായ 9 66 അർദ്ധ സെഞ്ചുറികളും അദ്ദേഹം നേടിയിട്ടുണ്ട്. എന്നാൽ വിരാടിന്റെ ഈ വികാരാധീനമായ സന്ദേശം ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചകൾക്ക് വഴിമാറിയിരിക്കുകയാണ്. വിരാടിന്റെ അവസാന IPL ആയിരിക്കുമോ ഇത്? ഈ സീസണിന് ശേഷം വിരാട് കോഹ്ലി IPL വിട്ട് 2027 ലോകകപ്പിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വിട പറയുമോ അതോ ഇല്ലയോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യൂ. കൂടുതൽ ക്രിക്കറ്റ് വിശകലനങ്ങൾക്കും വാർത്തകൾക്കുമായി സ്പോർട്സ് പിച്ച് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.